Okay, അപ്പം in the previous class കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഒരു റിസൾട്ടായിരുന്നു, ലെമ്മയായിരുന്നു റിലേറ്റഡ് ടു ഹൈപ്പർ സ്പേസസ്, ലീനിയർ ഫങ്ഷൻസ് ആൻഡ് ഹൈപ്പർ സ്പേസസ്. അപ്പം റിസൾട്ട് ഇതായിരുന്നു: ഇഫ് എഫ് ആൻഡ് ജി ആർ ടു ലീനിയർ ഫങ്ഷൻസ് ഓൺ എ വെക്ടർ സ്പേസ് വി, then G is a scalar multiple of F if and only if null space of G contains null space of F എന്നായിരുന്നു റിസൾട്ട്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഇന്നത്തെ ക്ലാസ് പറഞ്ഞിരുന്നത് ഒരു ജനറലൈസേഷൻ ഫോമിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ റിസൾട്ട്, ഈ തിയറം. അപ്പം റിസൾട്ട് പറയുന്നതാണ്: G, F1, F2, etc. F are B linear functions on a vector space V with respective null spaces n, n1, etc. nr. Then G is a linear combination of F1, F2, etc. Fr if and only if n contains the intersection n1 intersection n2 intersection etc. intersection nr. അപ്പോൾ ഇന്നലെ പറഞ്ഞ റിസൾട്ടിൻ്റെ ജനറൽ കേസാണത്. അതായത് R1 എടുക്കുക, പിന്നെ ഈ N1 ഉദ്ദേശിക്കുന്നത് NGയും NFും ആയിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കേസിൽ. അപ്പോൾ R1 എടുക്കുമ്പോൾ ഒരു Gയും F1 ഉണ്ടാവുക, കഴിഞ്ഞ റിസൾട്ടിൽ Gയും Fും ആയിരുന്നു. അപ്പോൾ ആ F1 F എടുക്കുകയാണെങ്കിൽ ഈ സെയിം റിസൾട്ടാണ് ശരിക്കും അവിടെ പറയുന്നത്. സോ നമുക്ക് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ ബേസിക്കലി രണ്ട് പോർഷൻ ഉണ്ട്. യു ഹാവ് ടു പ്രൂവ് ഇറ്റ് necessary as well as sufficient part. So first let us try to prove the necessary part. Okay, അതായത് ഇഫ് ജി F1, F2, etc. Fr എന്ന് പറയുന്നത് ലീനിയർ ഫങ്ഷൻസ് ആണ് ഓൺ വെക്ടർ സ്പേസ് വി, ആൻഡ് അവരുടെ റെസ്പെക്റ്റീവ് നൾ സ്പേസസ് എന്ന് പറഞ്ഞാൽ ജീൻ്റെ നൾ സ്പേസ് പറഞ്ഞാൽ n, അതായത് എൻ ജി എന്ന് പറഞ്ഞാൽ n ആണ്, NF1 ഉദ്ദേശിക്കുന്നത് n1 ആണ്. ഓക്കെ, ആ രീതിയിൽ nr വരെ. അങ്ങനെയെങ്കിൽ ജി ലീനിയർ കോമ്പിനേഷൻ ഓഫ് F1, F2, Fr ആയിരിക്കും, ആണെങ്കിൽ ഇറ്റ് വിൽ ഇംപ്ലൈ ദാറ്റ് n will contain the intersection n1, n2, etc. nr. അത് ബേസിക്കലി നമുക്ക് കാണിക്കേണ്ടത് n1 intersection n2 etc. intersection nr is subset of n എന്നാണ് കാണിക്കേണ്ടത്. where n is a null space of G and ni's are null space of Fi's. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് കാണിക്കേണ്ടത് അവിടെ. സോ ഒബ്വിയസ്ലി ഈ സെറ്റ് എന്നിൻ്റെ സബ്സെറ്റ് എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു വെക്റ്റർ എടുത്തിട്ട് ആ വെക്റ്റർ ഇതിലുണ്ട് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, സോ if fi of alpha is equal to 0 for each I, and suppose alpha is in the null space of all fi's. okay, ആൽഫ എന്ന വെക്റ്റർ ഈ ഓരോ fi'സിൻ്റെയും നൾ സ്പേസിൽ ഉണ്ടെങ്കിൽ, അതായത് fi of alpha 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൽഫ n1ലുണ്ട്. കാരണം f1 of alpha 0 ആണെങ്കിൽ ആൽഫ n1ലുണ്ട്, അതുപോലെ ആൽഫ n2ലുണ്ട്, എക്സെട്ര ആൽഫ nrലുണ്ട്. ഓക്കെ, സോ if fi of alpha is equal to 0 for each I, ആൽഫ ഇത് ഓരോന്നിലുണ്ട്. അപ്പോൾ ആൽഫ എന്തായാലും n1 intersection n2 intersection nrലും ഉണ്ടാവും. ഓരോ വെക്ടർ സ്പേസിലും ആൽഫ ഉണ്ടെങ്കിൽ അതിന് ഇൻ്റർസെക്ഷനിലും ആൽഫ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് കാണിക്കേണ്ട ഇത്രയേ ഉള്ളൂ. യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ദിസ് set is actually a subset of n. okay, n1 intersection n2 intersection nr is contained in n. അപ്പം ഈ ആൽഫ ഈ എന്നിലുണ്ടെന്ന് കാണിച്ചാൽ മതി. പക്ഷെ നമ്മുടെ കയ്യിലുള്ളൊരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ F1, F2, etc. Fr നൾ സ്പേസസ് n1, n2, etc. nr ആണ്. അതുപോലെ G ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് F1, F2, etc. Fr ആണ്. ഓക്കെ, സോ given G is a linear combination of F1, F2, etc. Fr, അപ്പോൾ G നമുക്ക് C1 F1 പ്ലസ് C2 F2 എക്സെട്ര പ്ലസ് CR Fr എന്ന് എഴുതാൻ പറ്റും. അതിലൊന്നും യാതൊരു പ്രശ്നമില്ല, കാരണം നമ്മൾ അസംഷനാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ആൽഫ, നമ്മളിപ്പോൾ ഈ എടുത്ത ആൽഫ ഉണ്ടല്ലോ, നമ്മളിവിടെ നിന്ന് എടുത്തൊരു ആൽഫ ഉണ്ടല്ലോ, ഈ സെറ്റിൽ നിന്ന് എടുത്ത ആൽഫ, അതിൻ്റെ ഇമേജ് കാണുക അണ്ടർ G. ഇപ്പോൾ G ഓഫ് ആൽഫ നിങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക? C1 ടൈംസ് F1 ആൽഫ പ്ലസ് C2 ടൈംസ് F2 ആൽഫ എക്സെട്ര പ്ലസ് CR ടൈംസ് FR ആൽഫ എന്ന് വരും അല്ലേ. F1 ആൽഫ ഉദ്ദേശിക്കുന്നത് F1 ഓഫ് ആൽഫ, F1 കണ്ടെയ്നിങ് F1 ആക്ടിങ് ഓൺ ആൽഫ, ഇങ്ങനെ. സോ ഓൾറെഡി വി നോ ആൽഫ ഈ NI'സിൻ്റെ ഒക്കെ NI's എന്ന സെറ്റിലുള്ളതാണ്, അതായത് FI'സിൻ്റെ നൾ സ്പേസിലുള്ളതാണ്. അപ്പം ഒബ്വിയസ്ലി ഈ വാല്യൂസ് എല്ലാം സീറോസ് ആയി പോകും, റൈറ്റ്. അപ്പോൾ ഈ ലീനിയർ കോമ്പിനേഷൻ എന്താവും? C1 ടൈംസ് 0 പ്ലസ് C2 ടൈംസ് 0 പ്ലസ് എക്സെട്ര പ്ലസ് CR ടൈംസ് 0 വരും. സോ വാട്ട് യു ഗെറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 0, റൈറ്റ്.
ഓക്കെ. സോ ദറ്റ് മീൻസ് വാട്ട് ജി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ 0 ആയി മാറി. അതിൻ്റെ മീനിങ് എന്താ? ആൽഫ എവിടെ ഉണ്ടെന്ന്? ആൽഫ ഈസ് ഇൻ നൾ സ്പേസ് ഓഫ് ജി. നൾ സ്പേസ് ഓഫ് ജി എന്താ? എൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് കാണിച്ചു? നമ്മൾ ആൽഫ നമ്മൾ ഈ സെറ്റിൽ നിന്ന് എടുത്തു, ആൻഡ് വി ഹാവ് ഷോൺ ദാറ്റ് ദ സെയിം ആൽഫ ഈസ് ഇൻ എൻ ഓൾസോ. സോ വി ഹാവ് ഷോൺ ദാറ്റ് ദ റിക്വയർഡ് റിസൾട്ട്, അതായത് എൻ കണ്ടെയ്ൻസ് ഇൻ്റർസെക്ഷൻ എന്ന് കാണിച്ചു. അപ്പോൾ വൺ സൈഡ് നമ്മൾ പ്രൂവ് ചെയ്തു, നമ്മൾ നെസസറി പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇനി തിരിച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ്? ഇഫ് യു ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്, തിരിച്ചെന്ന് പറയുമ്പം G(F1, F2, etc. Fr എന്ന് പറയുന്നത് എല്ലാം ലീനിയർ ഫങ്ഷൻസ് ആണ് ഓൺ എ വെക്റ്റർ സ്പേസ് V വിത്ത് റെസ്പെക്റ്റീവ് നൾ സ്പേസസ് n1, 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 n2, etc. nr. എങ്കിൽ ഇഫ് n1 ഇൻ്റർസെക്ഷൻ n2 ഇൻ്റർസെക്ഷൻ nr ഇസ് കണ്ടെയ്ൻഡ് ഇൻ n, അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? G ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്റ്റേഴ്സ് എന്ന് കാണിക്കണം. അതായത് F1, F2, etc. Fr എന്ന ലീനിയർ ഫങ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് G എന്ന് കാണിക്കണം. ഓക്കെ, അതാണ് നമ്മൾ വർക്ക്, അതാണ് നമ്മൾ സഫിഷ്യൻറ്റ് പാർട്ട്. അതായത് ഈ കണ്ടീഷൻ സഫിഷ്യൻ്റ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വി ആർ ഗോയിങ് ടു പ്രൂവ് ദ സഫിഷ്യൻറ്റ് പാർട്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ തിയറം. സോ വിൽ സീ ദ പ്രൂഫ്. ഓക്കെ, സോ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ശരിക്കും വി ആർ ഗോയിങ് ടു ഡു ബൈ ഇൻഡക്ഷൻ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഓൺ ആർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു G(F1, F2, etc. Fr) അങ്ങനത്തെ ആർ ലീനിയർ ഫംഗ്ഷൻസും ഒരു G എന്ന ഫംഗ്ഷനിൽ എടുത്തിട്ടാണ് നമ്മൾ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡക്ഷൻ വി ആർ ഗോയിങ് ടു ഡു ഓൺ ആർ. ഞാൻ നേരത്തെ പറഞ്ഞ ലെമ്മയുടെ ജനറലൈസേഷൻ ആണെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇതിലിപ്പോൾ നിങ്ങൾ R=1 എടുക്കുകയാണെങ്കിൽ ഈ തിയറത്തിൽ R=1 എടുത്താൽ ആക്ച്വലി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? Gയും F1ഉം. ഇപ്പം F1, F2, etc. Frൽ R1 എടുത്താൽ Gയും F1 ബി ലീനിയർ ഫംഗ്ഷണൽ വിത്ത് റെസ്പെക്റ്റീവ് നൾ സ്പേസസ് n and n1 ആണെങ്കിൽ we have to show that G is equal to C into F1 if and only if n contains n1. ജസ്റ്റ് ഞാൻ R1 ആക്കി എടുത്തു ഈ കഴിഞ്ഞ തിയറത്തിൽ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ശരിക്കും ഇതാണ്. പക്ഷെ അത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ലെമ്മയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ F1നെ F എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, N-നെ NG എന്നും N1നെ NF എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് തിയറത്തിൽ പ്രൂവ് ചെയ്ത റിസൾട്ട് തന്നെയാണ് ശരിക്കും ഇപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? R=1ൽ ഈ റിസൾട്ട് ഓക്കെയാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ നമ്മളിങ്ങനെ പ്രൂവ് ചെയ്യുക R=1 അല്ലെങ്കിൽ ഒരു ബേസ് കേസ് നമ്മൾ കാണിക്കും, അതിൽ ട്രൂ ആണെന്ന് കാണിക്കും. എന്നിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ K അല്ലെങ്കിൽ K-1 അസ്യൂം ചെയ്തിട്ട് K-1 അസ്യൂം ചെയ്തിട്ട് R=Kൻ്റെ കേസ് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ ഒബിയസ്ലി നെക്സ്റ്റ് ഇൻഡക്ഷനിൽ വരുന്ന സ്റ്റെപ്പ് പറഞ്ഞാൽ ആ അസംഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് R=K-1ൻ്റെ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന്. ഓക്കെ, അതായത് let G(F1, etc. Fk-1) be the linear functionals on a vector space V with respective null spaces n, n1, etc. nk-1. അങ്ങനെയെങ്കിൽ G is equal to C1 F1 etc. plus Ck-1 Fk-1 ആയിരിക്കും if and only if n contains n1 intersection etc. nk-1. അതായത് നമ്മളെ ഈ തിയറത്തിൻ്റെ R(k-1) ആകുമ്പോഴുള്ള ആ സ്റ്റേറ്റ്മെൻ്റ് ആണത്. അപ്പം ഇത് നമ്മൾ വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി ട്രൂ. ഓക്കെ, we are assuming it's actually true and we have to show that the statement holds when R is equal to K. R എന്ന വാല്യൂ എടുക്കുമ്പോൾ we have to show that it's true and then we can say it is completely correct. അങ്ങനെയാണ് നമ്മൾ ഇൻഡക്ഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ R=K- നമ്മൾ അസ്യൂം ചെയ്തു, ഇറ്റ് ഇസ് ട്രൂ എന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മൾ എടുക്കുന്നത് R എന്ന് പറഞ്ഞാൽ നമ്മൾ K എന്ന് എടുക്കുകയാണ്. ഓക്കെ, വി ആർ ടേക്കിംഗ് R is K സപ്പോസ്. അപ്പോൾ R K ആകുമ്പം ലെറ്റ് F1, F2, etc. Fk അത് G ഉണ്ട്, G(F1, F2, etc. Fk) be linear functions with null spaces n1, n2, etc. nk such that n is subset of n contains n1 intersection n2 intersection nk where n is a null space of G. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എന്താണ് ഈ കേസിൽ? നമുക്ക് കാണിക്കേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ R=K കേസിൽ നമ്മളിത് അസ്യൂം ചെയ്തു. നമുക്ക് കാണിക്കേണ്ട R=K കേസിൽ എന്താ കാണിക്കേണ്ടത്? ഇത് എങ്ങനെയാണെങ്കിൽ if and only if G is equal to C1 F1 plus C2 F2 etc. plus CK Fk. ഐ മീൻസ് if and only if അല്ല, ഇത് ശരിയാണെങ്കിൽ അത് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യുന്നത് ശരിക്കും സഫിഷ്യൻ പാർട്ടാണല്ലോ ഈ തിയറത്തിൻ്റെ. അപ്പം ഇതിൻ്റെ സഫിഷ്യൻ പാർട്ട്, അതായത് ഇത് ട്രൂ ആണെങ്കിൽ നമുക്കിത് G എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഫങ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്തു. അപ്പം വി ഹാവ് ടു ഷോ ദാറ്റ് ദിസ് ഇസ് ട്രൂ. ഓക്കെ, നമ്മളിത് അസ്യൂം ചെയ്തിട്ട് വി ഹാവ് ടു ഷോ ദാറ്റ് G is equal to C1 F1 etc. plus CK Fk എന്ന് കാണിക്കണം. സോ
സോ ദാറ്റ് ഈസ് എ വർക്ക് ആക്ച്വലി. അപ്പോൾ ഇതാണ് ഈ ഒരു തിയറത്തിലുള്ള മെയിൻ പാർട്ട് ഓഫ് ദ പ്രൂഫ്. ഓക്കെ, സോ ഹിയർ സോ ചൂസ് nk and define. So what we are going to do is we are giving a small construction, ചെറിയൊരു കൺസ്ട്രക്ഷൻ ഒക്കെ എടുത്ത് നമ്മൾ വൃത്തിയിൽ ഈ തിയറം പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പം nk എടുക്കാം. അപ്പോൾ nk എന്താണ്? ബേസിക്കലി nk എന്ന് പറഞ്ഞാൽ fk എന്ന ലീനിയർ ഫംഗ്ഷനിൻ്റെ നൾ സ്പേസ് ആണ് nk ബൈ ഡെഫിനിഷൻ. ഓക്കെ, ആൻഡ് ഡിഫൈൻ g പ്രൈം f1 പ്രൈം f2 പ്രൈം എക്സെട്ര fk മൈനസ് 1 പ്രൈം, പ്രൈമെന്നോ ഡാഷ് എന്തെങ്കിലും എന്താ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ വിളിക്കാം. സോ ഐ യൂസ് പ്രൈം നൊട്ടേഷൻ, പ്രൈം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാം. ആസ് റെസ്ട്രിക്ഷൻസ് ഓഫ് ദീസ് ഫങ്ഷൻസ്. ഇപ്പോൾ കഴിഞ്ഞ റിസൾട്ട് ചെയ്ത പോലത്തെ ഒരു കേസ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ nk-യിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് വെച്ചാൽ വി ആർ ഗോയിങ് ടു ഡിഫൈൻ ദ റെസ്ട്രിക്ഷൻസ് ഓഫ് ദീസ് ഫങ്ഷൻസ് ആസ് ദീസ് ഫങ്ഷൻസ്. അതായത് ഇത്രയേ ഉള്ളൂ, ഈ ഫങ്ഷൻസ് ഒക്കെ ശരിക്കും വി എന്ന് എഫിലേക്കാണ് ശരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഫങ്ഷൻസ് എല്ലാം വി എന്ന് എഫിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഈ ഫങ്ഷൻസ് എല്ലാം. പക്ഷേ നമ്മൾ എടുക്കുന്ന അത്രയേ ഉള്ളൂ, നമ്മൾ എടുക്കുന്ന അത്രയേ ഉള്ളൂ, നമ്മൾ ഇതിൻ്റെ ഡൊമൈൻസ് ഒക്കെ nk ആക്കി ഫിക്സ് ചെയ്യണം. വി ആർ ഗോയിങ് ടു ഫിക്സ് ദ ഡൊമൈൻ ഓഫ് ദീസ് ഫങ്ഷൻസ് എസ് nk. അങ്ങനെ ഫിക്സ് ചെയ്യുമ്പം കിട്ടുന്ന ആ ഫങ്ഷൻസ് നമ്മൾ g ഡാഷ്, അതുപോലെ f1 ഡാഷ്, f2 ഡാഷ് എക്സെട്ര fk മൈനസ് 1 ഡാഷിന് എടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു nf1 ഡാഷ് ആണ് ശരിക്കും n1 ഡാഷ്. ഓക്കെ, അതായത് nf1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൾ സ്പേസ് ഓഫ് f1, അത് ശരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്ത n1 ആണ്. അപ്പോൾ mf1 ഡാഷ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് n1 ഡാഷ് എന്നാണ്. ഓക്കെ, നൾ സ്പേസ് ഓഫ് f1 ഡാഷ് ഇസ് ഡിനോട്ടഡ് ആസ് n1 ഡാഷ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം n1 ഡാഷ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ nk, കാരണം nk എന്ന് പറയുന്നത് ശരിക്കും ഈ എല്ലാ ഫംഗ്ഷൻസിൻ്റെയും ഡൊമെയിനാണ്. അപ്പോൾ ഈ ഇപ്പോൾ ജി ഡാഷ് അല്ലെങ്കിൽ f1 ഡാഷ് എന്ന ഒരു ഫംഗ്ഷൻ്റെ നൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു 0 f1 പ്രൈം ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 വെയർ ഫോർ ഓൾ അല്ല, ഏതൊക്കെ ആൽഫ ഇൻ nk-ക്കാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതാണ് എനിക്ക് ശരിക്കും എന്ത് nf1 പ്രൈം അല്ലെങ്കിൽ n1. ഓക്കെ, അപ്പം ഈ എടുക്കുന്ന എലിമെൻറ്റ്സ് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തു നിന്നാണ്. അപ്പം നമുക്ക് കിട്ടുന്ന നൾ സ്പേസ് ഓഫ് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻഡ് ഇൻ എവിടെയാണ് nk ആണ് അല്ലേ. nf1 ഡാഷ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ nk ഓർ n1 ഡാഷ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ nk എന്ന് പറയും. സോ ഹിയർ nf1 ഡാഷ് അല്ലെങ്കിൽ nf1 പ്രൈം എന്ന് പറയുന്നത് n1 പ്രൈം ആണ്. അതേപോലെ nf2 പ്രൈം എടുത്താൽ അത് n2 പ്രൈം ആണ്. ഇതേപോലെ എക്സെട്ര fk മൈനസ് 1 പ്രൈം എന്ന് പറഞ്ഞാൽ nk മൈനസ് 1 പ്രൈം ആണ്. ഓക്കെ, ആൻഡ് ng പ്രൈം എന്ന് പറയുന്നത് ശരിക്കും n പ്രൈം ആണ്. ഓക്കെ, ng പ്രൈം എന്ന് ഉദ്ദേശിക്കുന്നത് n പ്രൈം ആണ്. ഓക്കെ, നോ ഇതിൻ്റെ ഇവിടെ ക്ലിയർലി ദീസ് ആർ ഓൾ സബ്സ്പേസ് ഓഫ് nk. കാരണം കാരണം ഞാൻ പറഞ്ഞു nk-ൻ്റെ സബ്സെറ്റാണ് ശരിക്കും നമ്മളെ ഈ nks എല്ലാം വരുന്നത്. അതല്ലേ, കാരണം ഞാൻ പറഞ്ഞു എന്താ കാരണം ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അല്ലേ. സോ ഇതെല്ലാം സബ്സ്പേസ് ആണ് nk-ൻ്റെ, കാരണം ഇറ്റ് ഈസ് ആക്ച്വലി നൾ സ്പേസ്. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് എ സബ്സ്പേസ് ഓഫ് nk. ആൻഡ് ഓരോന്നും സബ്സെറ്റ് ഓഫ് nk ആയതിനെക്കൊണ്ട് നമുക്ക് പറയാം ഇതിൻ്റെ ഇൻ്റർസെക്ഷനും സബ്സെറ്റ് ഓഫ് nk ആയിരിക്കും. ഓരോ സബ്സെറ്റുകളും സബ്സെറ്റ് ഓഫ് nk ആണ്. nk എന്നൊരു സെറ്റ് എടുത്തിട്ട് വിൻ്റെ അകത്തുള്ളൊരു സെറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ളതാണ് സബ്സെറ്റുകളാണ് n1 പ്രൈം n2 പ്രൈം എന്നൊക്കെ പറയുന്ന സെറ്റുകൾ. അപ്പം ഇതിൻ്റെ എല്ലാം nk-യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻ്റർസെക്ഷനും nk തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മളെന്താ പറഞ്ഞത് വെച്ചാൽ ഈ nk ഈസ് ആക്ച്വലി കണ്ടെയ്ൻഡ് ഇൻ n പ്രൈം ആയിരിക്കും. സോ ദാറ്റ് ഈസ് ആക്ച്വലി സംതിങ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ആൽഫ ഈസ് ഇൻ nk വിത്ത് fi പ്രൈം ഓഫ് ആൽഫ ഈസ് 0 ഫോർ i ഈക്വൽ 1 ടു എക്സെട്ര k മൈനസ് 1. അതായത് ആൽഫാസ് പറഞ്ഞാൽ ni പ്രൈംസിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ആൽഫ വിൽ ബിലോങ് ടു n1 ഇൻ്റർസെക്ഷൻ n2 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ nk. കാരണം ni പ്രൈം ഇസ് ആക്ച്വലി കണ്ടെയ്ൻഡ് ഇൻ n1, isn't it? സിമിലർലി ni. സോ അതുകൊണ്ട് നമുക്ക് ആൽഫ ബിലോങ്സ് ടു n1 ഇൻ്റർസെക്ഷൻ n2 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ nk എന്ന് പറയാം. ആൻഡ് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു മുകളിൽ നമ്മൾ ഇപ്പം ഈ r ഈക്വൽ ടു കേസിൻ്റെ കേസിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ഇഫ് g f1 f2 എക്സെട്ര fk ലീനിയർ ഫംഗ്ഷൻസ് വിത്ത് നൾ സ്പേസ് n1 n2 എക്സെട്ര nk such that n1 intersection n2 എക്സെട്ര nk is contained in n. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് where n is a null space of G. അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ this is actually contained in n. So alpha, so that means that g of alpha എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം
ആൽഫ ഈസ് ഇൻ ദിസ് സെറ്റ്. സോ ആൻഡ് ഓബ്വിയസ്ലി ജീൻ്റെ നൾ സ്പേസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ജി ആൽഫ ഈ സെറ്റിലുണ്ടെങ്കിൽ ജി എഫ് ആൽഫ 0 ആവണം. അപ്പോൾ ജി എഫ് ആൽഫ 0 ആണെങ്കിൽ ആൻഡ് ആൽഫ ഈസ് ഇൻ എൻ കെ അല്ലേ, ആൽഫ എൻ കെയിലും ഉണ്ട്. ഇതുണ്ട് വി ആർ ടേക്കൺ ആൽഫ ഇൻ എൻ കെ. സോ നിങ്ങൾ ജി ഡാഷ് എടുക്കുകയാണെങ്കിൽ ജി ഡാഷ് പറഞ്ഞാൽ ജീൻ്റെ റെസ്ട്രിക്ഷനാണ് എൻ കെയിലേക്കുള്ളത്. അപ്പോൾ ആ ആൽഫ എൻ കെയിലും ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എന്താ പറയാൻ പറ്റുക നമുക്ക്, ജി ഡാഷ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ജി ഡാഷ് ഓഫ് ആൽഫ പറഞ്ഞാലും 0 ആയിരിക്കും. സോ ജി ഡാഷ് ഓഫ് ആൽഫ 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. വാട്ട് വി ആർ ഗെറ്റിംഗ്, പിന്നെ നമ്മൾ എടുക്കുന്ന ശരിക്കും നമ്മൾ K-1 കേസിൽ R = K-1 കേസിൽ അസ്യൂം ചെയ്താണ് നമ്മളിനി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം അതായത് ഇഫ് n1 പ്രൈം n2 പ്രൈം എക്സെട്ര nk-1 പ്രൈം നമുക്ക് കിട്ടി. ഇപ്പോൾ സബ്സെറ്റ് ഓഫ് n പ്രൈം ആണെന്ന് കിട്ടി. അങ്ങനെ കിട്ടാൻ കാരണം ആൽഫ നമ്മൾ ഇവിടുന്ന് എടുത്തു ആൻഡ് വി ഹാവ് ഷോൺ ദറ്റ് ആൽഫ ഈസ് ഇൻ n പ്രൈം ഓൾസോ. അതുകൊണ്ടാണ് നമുക്ക് G1 ഡാഷ് ഓഫ് അല്ലെങ്കിൽ G1 പ്രൈം ഓഫ് ആൽഫ 0 എന്ന് കിട്ടി, ആൽഫ ഈസ് ഇൻ n പ്രൈം എന്ന് കിട്ടി. അപ്പം we have shown this is contained in n prime, and if it is the case, we can from this r equal to k-1 ഈ കേസിൽ നമുക്ക് എന്ത് പറയാം, കാരണം ഇതൊക്കെ f1 പ്രൈം എക്സെട്ര fk-1 പ്രൈം എടുക്കുക, g പ്രൈം എടുക്കണം. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, g എന്ന സാധനം നമുക്ക് ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് f1 പ്രൈം f2 പ്രൈം എക്സെട്ര fk-1 പ്രൈം. കാരണം എന്തുകൊണ്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്ത്, n prime is containing n1 prime intersection എക്സെട്ര nk-1 പ്രൈം. അപ്പോൾ ഈ r = k-1 കേസ് നമ്മൾ അവിടെ ഉപയോഗിക്കും. അപ്പം നമുക്ക് കിട്ടുക എന്താ വെച്ചാൽ, നമ്മൾ ഇത് കാണിച്ചതിനെ കൊണ്ട് നമുക്ക് പറയാം ജി പ്രൈം എന്ന് പറഞ്ഞാൽ C1 f1 പ്രൈം പ്ലസ് എക്സെട്ര പ്ലസ് CK-1 fk-1 പ്രൈം എന്ന് കിട്ടും. അതായത് വി ക്യാൻ റൈറ്റ് G prime will be equal to, so from this what we get is actually G prime എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് C1 f1 plus C1 f1 prime plus C2 f2 prime എക്സെട്ര പ്ലസ് CK-1 fk-1 പ്രൈം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ R = K-1 റിസൾട്ട് കൂടി ഉപയോഗിച്ചിട്ടാണ് ആ അസംഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും നമ്മളെ വർക്ക് ഇതായിരുന്നു, നമ്മൾ ഈ R = K എന്ന കേസിൽ നമുക്ക് കാണിക്കേണ്ടത് എന്തായിരുന്നു, ഇതായിരുന്നു നമുക്ക് കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജീൻ്റെ കൺസ്ട്രക്ഷൻ കാണിക്കണമായിരുന്നു. വി ഹാവ് ഓൾറെഡി അസ്യൂംഡ് ദീസ് തിങ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്കേലാസ് കിട്ടണമായിരുന്നു. ഓക്കെ, സച്ച് ദാറ്റ് ജി ക്യാൻ ബി അസ്യൂം ലൈക്ക് ദിസ്. സോ ആ സ്കേലാസ് നമുക്കിപ്പോൾ ഇനി കിട്ടുക ഇവിടെ നിന്നാണ്. ആ സ്കേലാസ് ചൂസ് ചെയ്തുകൊണ്ട് അതിൽ അസ്യൂം ആ സ്കേലാസ് ചൂസ് ചെയ്തുകൊണ്ട് ഞാൻ അസ്യൂം ചെയ്യാണ് H is equal to some G minus C1 f1 എക്സെട്ര പ്ലസ് CK-1 fk-1. ഓക്കെ, അങ്ങനെ ഞാൻ ചൂസ് ചെയ്യാണ്. H is equal to G minus CF1 എക്സെട്ര CK-1 fk-1 ഞാൻ ചൂസ് ചെയ്യാണ്. Okay, this is actually whole bracket. Okay, so H ഇതെല്ലാം ലീനിയർ ഫംഗ്ഷൻസ് ആണ്. G ലീനിയർ ഫംഗ്ഷനിലാണ്, f1 f2 എക്സെട്ര fk-1 എല്ലാം ലീനിയർ ഫംഗ്ഷൻസ് ആണ്, ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ എച്ചും ലീനിയർ ഫംഗ്ഷനിലായിരിക്കണം ഓൺ വി. ആൻഡ് ഓൾസോ എച്ച് ഓഫ് ആൽഫ എൻ കെയിൽ എച്ച് ഓഫ് ആൽഫ എന്തായിരിക്കും 0 ആയിരിക്കും. കാരണം എൻ കെയിലേക്ക് നമ്മൾ ഈ ഫംഗ്ഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കാണുകയാണെങ്കിൽ ഒബ്വിയസ്ലി എച്ചിൻ്റെ വാല്യൂ പറഞ്ഞാൽ അത് ജി ഓഫ് ആൽഫ നിങ്ങൾ കണ്ടാൽ നമുക്ക് ഓൾറെഡി അറിയാം 0 ആണ്. കാരണം ആൽഫ ഇസ് ഇൻ എൻ കെ. ആൽഫ എൻ കെയിലാണെങ്കിൽ ജി ഓഫ് ആൽഫ 0 ആവും. അതുപോലെ f1 ഓഫ് ആൽഫ 0 ആവും, f2 ഓഫ് ആൽഫ 0 ആവും, എക്സെട്ര fk-1 ഓഫ് ആൽഫ 0 ആവും. അപ്പോൾ എച്ച് ഓഫ് ആൽഫ എന്ന സാധനം 0 ആയിരിക്കും ഫോർ ഓൾ ആൽഫ ഇൻ എൻ കെ. ഓക്കെ, സോ ഫോർ ഓൾ ആൽഫ ഇൻ എൻ കെ. സോ വാട്ട് വി ഹാവ് ഷോൺ ആക്ച്വലി, വി ഹാവ് ഷോൺ ദാറ്റ് ഇഫ് ഒരു ആൽഫ നമ്മൾ ആൽഫ എൻ കെയിലുണ്ടെങ്കിൽ, ഈ ആൽഫ വിച്ച് ഇസ് ഇൻ എൻ കെ, വി ഹാവ് ഷോൺ ദാറ്റ് ആൽഫ ഈസ് ആക്ച്വലി ഓൾസോ ഇൻ ദ നൾ സ്പേസ് ഓഫ് എച്ച്. അതായത് ആ ആൽഫ എച്ച് എന്ന ഈ ഒരു ലീനിയർ ഫംഗ്ഷണലിൻ്റെ നൾ സ്പേസിൽ ഉണ്ടെന്ന് കാണിച്ചു അല്ലേ. ആൽഫ എൻ കെയിലുണ്ടെന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് കാണിച്ചു, ആൽഫ ഈസ് ഇൻ ദ നൾ സ്പേസ് ഓഫ് എച്ച്. കാരണം നമ്മൾ എച്ച് ഓഫ് ആൽഫ = 0 ഫോർ ഓൾ ആൽഫ ഇൻ എൻ കെ എന്ന് കാണിച്ചല്ലോ. അപ്പോൾ ആ ആൽഫ നമ്മളെടുത്ത ആൽഫ എവിടെ ഉണ്ട്, എൻ കെ ഉണ്ടെന്ന് എടുത്തിട്ട് നമ്മൾ എൻ എച്ചിലുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയാം, നൾ സ്പേസ് ഓഫ് എച്ചിലുണ്ടെന്ന് കാണിച്ചു. ഓക്കെ, സോ വാട്ട് വി ഗെറ്റ് ഹിയർ ഈസ്, ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ഉപയോഗിക്കുന്നുള്ളൂ, അത്രയോ ചെയ്യുന്നുള്ളൂ ഇനി. ആൻഡ് എൻ കെ ഈസ് വാട്ട്, എൻ കെ ഈസ് നൾ സ്പേസ് ഓഫ് എഫ് കെ. എൻ കെ നൾ സ്പേസ് ഓഫ് എഫ് കെ ആണ്. ആൻഡ് വി ഹാവ് ഷോൺ ദാറ്റ് എച്ച് ഇസ് കണ്ടെയ്നിങ് ദ നൾ സ്പേസ് ഓഫ് എഫ് കെ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം, എച്ച് എന്ന് പറഞ്ഞാൽ അത് പ്രീവിയസ് തിയറം വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടുത്തെ ജി എന്ന് പറയുന്നത് നമ്മുടെ എച്ച് ആണ്, അവിടുത്തെ എഫ് എന്ന് പറയുന്നത് എഫ് കെ ആണ്. അങ്ങനെയാണ് ബൈ പ്രീവിയസ് ലെമ്മ വാട്ട് വി ക്യാൻ സേ ഇസ് ദാറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രൊഡക്റ്റ് ഓഫ് ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് ഈ സെക്കൻഡ്
ഫംഗ്ഷൻ ആയിരിക്കും, എഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ കേസിൽ എഫ് കെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ റിസൾട്ട് വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഇത്ര ചെയ്യേണ്ടുള്ളൂ. എച്ച് എന്ന് പറയുന്നത് ശരിക്കും അവിടെയുള്ള ജി ആണ്, ഇവിടുത്തെ എഫ് കെ എന്ന് പറയുന്നത് അവിടുത്തെ എഫ് ആണ്. അങ്ങനെയെങ്കിൽ എച്ച് നമുക്ക് സി കെ എഫ് കെ എന്ന് കിട്ടും. അപ്പോൾ എച്ച് നമുക്ക് ആ റിസൾട്ട് വെച്ച് എച്ച് നമുക്ക് സി കെ എഫ് കെ എന്ന് കിട്ടും. അപ്പോൾ സി കെ എഫ് കെ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? ഇനിയൊന്നും ചെയ്യാനില്ല. എച്ച് സി കെ എഫ് കെ ആണെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം എച്ച് വി ഹാവ് അസ്യൂം ടു ബി ജി മൈനസ് സി വൺ എഫ് വൺ എക്സെട്ര പ്ലസ് സി കെ മൈനസ് വൺ എഫ് കെ മൈനസ് വൺ അസ്യൂം ചെയ്തല്ലോ. അപ്പോൾ ഈ എച്ച് ശരിക്കും ഒരു സി കെ എഫ് കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ എച്ച് സി കെ എഫ് കെ ആണെങ്കിൽ വാട്ട് വി ഗെറ്റ് ഇസ് സി കെ എഫ് കെ ഇസ് ഈക്വൽ ടു ജി മൈനസ് സി വൺ എഫ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് സി കെ മൈനസ് വൺ എഫ് കെ മൈനസ് വൺ ആയി. അതുകൊണ്ട് ജി എന്ത് എഴുതാം? ജി ഈസ് ആക്ച്വലി സി വൺ എഫ് വൺ എക്സെട്ര പ്ലസ് സി കെ മൈനസ് വൺ എഫ് കെ മൈനസ് വൺ പ്ലസ് ഈ സി കെ എഫ് കെ കൂടി വരും. അപ്പോൾ സി കെ എഫ് കെ. സോ വാട്ട് വി have shown that G is a linear combination of F1, F2, etc. Fk. So our proof is done. ഒന്നുകൂടി പറയാം, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ പ്രൂഫ്. സോ ബേസിക്കലി ഇൻ ദ പ്രൂഫ് നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ R ഈക്വൽ ടു 1 എന്ന കേസ് ഞാൻ പറഞ്ഞു പ്രീവിയസ് തിയറമാണ്. അത് വെച്ച് നമ്മൾ ആ റിസൾട്ട് ക്ലെയിം ചെയ്തു. R ഈക്വൽ ടു കെ മൈനസ് 1 നമ്മൾ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് R ഈക്വൽ ടു കെൻ്റെ കേസിൽ നമ്മൾ ഇത്രയും അസ്യൂം ചെയ്ത് വെച്ചു. കാണിക്കേണ്ടത് ഈ പോർഷനാണ്. ഓക്കെ, അത് let G F1, F2, etc. Fk linear functions with null spaces n1, n2, etc. Nk such that n1 intersection n2 intersection nk contained in n ആണെങ്കിൽ where n is a null space of G ആണെങ്കിൽ ഇത് ട്രൂ ആണെന്ന് കാണിക്കണ്ടേ. അതായത് G is equal to ഇങ്ങനെയാണെന്ന് കാണിക്കണ്ടേ. പക്ഷേ ഓൾറെഡി നമുക്ക് എന്തറിയാം, ഇത് നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ എടുക്കുകയാണ് എൻ കെയിൽ. എന്നിട്ടാണ് പ്രൂഫ് മുമ്പോട്ട് പോകുന്നത്. ഈ എല്ലാ ഫംഗ്ഷൻസിൻ്റെയും, അതായത് ജി എഫ് വൺ എഫ് ടു സെക്ടർ എഫ് കെ മൈനസ് വൺ എന്ന ഫംഗ്ഷൻസിൻ്റെ റെസ്ട്രിക്ഷൻ ഓവർ എൻ കെ എടുക്കുകയാണ്. അതിന് നമ്മൾ ജി ഡാഷ് എഫ് വൺ ഡാഷ് എഫ് ടു ഡാഷ് സെക്ടർ എഫ് കെ മൈനസ് വൺ ഡാഷിന് എടുക്കുകയാണ്. ആൻഡ് എൻ കെ ഈസ് ബേസിക്കലി നത്തിങ് ബട്ട് ദ ഡൊമൈൻ ഓഫ് ഓൾ ദീസ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻസിനെ ഈ സെറ്റിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും അതിൻ്റെ ഡൊമൈൻ നമ്മൾ എൻ കെ ആക്കുകയാണ്. പിന്നെ നമുക്കറിയാം എഫ് വൺ ഡാഷ് ഓഫ് ആൽഫ 0 സെറ്റ് ഓഫ് ഓൾ ആൽഫ ഫോർ വിച്ച് എഫ് വൺ പ്രൈം അല്ലെങ്കിൽ എഫ് വൺ ഡാഷ് ഓഫ് ആൽഫ 0 ആവുന്നതാണ് എൻ എഫ് വൺ ഡാഷ് എന്ന് പറയുന്നത്. അത് ഓബ്വിയസ്ലി എൻ കെൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ ഈ ഓരോ എൻ ടു ഡാഷും എക്സെട്ര എൻ കെ മൈനസ് ഡാഷ് എല്ലാം സബ്സെറ്റ്സ് ആയിരിക്കും. അപ്പം ഇവരെ ഇൻ്റർസെക്ഷനും എന്തായിരിക്കും? സബ്സെറ്റ് ഓഫ് സബ്സ്പേസ് ഓഫ് എന്തായിരിക്കും? എൻ കെ തന്നെ ആയിരിക്കും. അപ്പം ഇഫ് ആൽഫ ഈസ് ഇൻ n1 ഇൻ്റർസെക്ഷൻ എക്സെട്ര എൻ കെ മൈനസ് ഇൻ്റർസെക്ഷൻ, അത് ആൽഫ അവിടെ ഉണ്ടാവും, ആൽഫ എൻ കെയിലും ഉണ്ടാവും. അതല്ലേ ആൽഫ, കാരണം ഇത് സബ്സെറ്റ് ഓഫ് എൻ കെ ആയതുകൊണ്ട് ഇത് ആൽഫ എൻ കെയിലും ഉണ്ടാവും. ഇനി സോ ഇഫ് ആൽഫ ഈസ് ഇൻ എൻ കെ വിത്ത് എഫ് ഐ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫോർ ഐ ഈക്വൽ ടു 1 ടു സെക്ടർ കെ മൈനസ് 1, അതായത് ആൽഫാസ് എല്ലാം എൻ ഐ പ്രൈമിലുണ്ട്. അപ്പോൾ ഓബിയസ്ലി എൻ ഐ പ്രൈംസ് എല്ലാം എൻ ഐസിൻ്റെ സബ്സെറ്റാണ്. അപ്പം ആൽഫ ബിലോങ്സ് ടു, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ആൽഫ ബിലോങ്സ് ടു n1 ഇൻ്റർസെക്ഷൻ n2 സെക്ടർ ഇൻ്റർസെക്ഷൻ എൻ കെ എന്ന് കിട്ടും. അപ്പം ഓൾറെഡി നമ്മൾ മോൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലീനിയർ ഫംഗ്ഷൻസ് ജി എഫ് വൺ എഫ് ടു സെക്ടർ എഫ് കെ മൈനസ് വൺ എടുത്തിട്ടുണ്ട് വിത്ത് ദിസ് കണ്ടീഷൻ. അതായത് ജീൻ്റെ നൾ സ്പേസ് കണ്ടെയ്ൻസ് ഇതിൻ്റെയൊക്കെ നൾ സ്പേസ്. അപ്പം ആൽഫ ഈ നൾ സ്പേസിൽ ഉണ്ടെങ്കിൽ ആൽഫ എന്നിലുണ്ടാവണം. അപ്പോൾ ആൽഫ എന്നിലുണ്ടെങ്കിൽ ജി ഓഫ് ആൽഫ എന്താവണം? 0 ആവണം. കാരണം എൻ എന്ന് പറയുന്നത് ജീൻ്റെ നൾ സ്പേസ് ആണ്. അപ്പോൾ ജി ഓഫ് ആൽഫ 0 ആണ്, വേറെ ആൽഫ ഈസ് ഇൻ എൻ കെ. ഓക്കെ, അങ്ങനെയെങ്കിൽ ജി പ്രൈമിൻ്റെ വാല്യൂം ആൽഫയിൽ 0 ആയിരിക്കും. കാരണം ജി പ്രൈം എന്ന് പറയുന്നത് എന്നിൻ്റെ റെസ്ട്രിക്ഷനാണ് എൻ കെയിലേക്കുള്ളത്. അതിൻ്റെ ആൽഫ ഈസ് ഇൻ എൻ കെ, ആൽഫ എൻ കെ തന്നെ ഉള്ളത്. അപ്പോൾ ജി പ്രൈം ഓഫ് ആൽഫയും 0 ആവും. ഇനി ഇതും 0 ആയതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാം? ആൽഫ ബിലോങ്സ് ടു എൻ എന്ന് പറയാം. ഓക്കെ, എൻ പ്രൈം എന്ന് പറയാം. ആൽഫ ബിലോങ്സ് ടു എൻ പ്രൈം എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇത് സബ്സെറ്റ് ഓഫ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് നമ്മൾ ആർ ഈക്വൽ ടു കെ മൈനസ് വണ്ണിൻ്റെ റിസൾട്ട് ഉപയോഗിക്കും. അപ്പോൾ അവിടെ നമുക്ക് പറയാം ആ ജി ഡാഷ് എന്ന് പറഞ്ഞ സാധനം, ജി ഡാഷ് എന്ന് പറഞ്ഞ ആ ഒരു ലീനിയർ ഫംഗ്ഷനിൽ നമുക്ക് ഈ എഫ് വൺ ഡാഷ് എഫ് ടു ഡാഷ് എക്സെട്ര എഫ് കെ മൈനസ് വൺ ഡാഷ് എന്ന ലീനിയർ ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അത് അവിടെ നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ കറസ്പോണ്ടിങ് സി ഐസ് ചൂസ് ചെയ്യുക ടു കൺസ്ട്രക്ട് എ ന്യൂ ഫംഗ്ഷൻ എച്ച്. ഓക്കെ, ആൻഡ് ആ എച്ച് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജി മൈനസ് ഈ സി വൺ എഫ് വൺ പ്ലസ് സി ടു എഫ് ടു എക്സെട്ര പ്ലസ് സി കെ മൈനസ് എഫ് കെ മൈനസ് എന്ന് എടുക്കുന്നു.
then h is linear function of v, and from 1 we get that h of alpha is 0 for all alpha in nk. ഇപ്പോൾ nk നിങ്ങൾ ആൽഫ എടുക്കുകയാണെങ്കിൽ obviously h of alpha 0 ആണ്, കാരണം nk I mean g of alpha, f1 of alpha, f2 of alpha, etc. fk minus 1 of alpha 0 ആണ്. So this becomes 0 for all alpha in nk. So we have shown that alpha belongs to nk. അപ്പോൾ നമ്മൾ എന്ത് കാണിച്ചു? ആൽഫ ബിലോങ്സ് ടു നമ്മൾ ആൽഫ ബിലോങ്സ് ടു nk എടുത്തിട്ട് നമ്മൾ എന്ത് കാണിച്ചു? ആൽഫ ഈസ് ഇൻ നൾ സ്പേസ് ഓഫ് h എന്ന് കാണിച്ചു. സോ വാട്ട് വി ഹാവ് ഡൺ, ഇപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ കിട്ടി, അതായത് എൻ കെ സബ്സെറ്റ് ഓഫ് എൻ കെ എന്ന് പറഞ്ഞാൽ എഫ് കെ എന്ന ഫങ്ഷണലിൻ്റെ നൾ സ്പേസ് ആണ്. അതുപോലെ എച്ച് എന്ന നൾ സ്പേസ്, എച്ച് എന്ന് പറഞ്ഞ എച്ച് എന്ന ഫംഗ്ഷൻ നൾ സ്പേസ് ആണ് എൻ എച്ച് എടുക്കുകയാണ്. നമ്മൾ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ കെ ഇസ് കണ്ടെയ്ൻഡ് ഇൻ എൻ എച്ച് എന്ന് കാണിച്ചു. ഇവർ കെ ആൻഡ് എച്ച് ആർ ലീനിയർ ഫംഗ്ഷൻസ് ഓൺ വി. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ലെമ്മ ഉപയോഗിച്ച് നമുക്ക് പറയാം എച്ച് എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് കെ ആയിരിക്കും, സം കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് കെ ആയിരിക്കും. ആ കോൺസ്റ്റന്റ് സി കെ എന്ന് എടുത്തു. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് എച്ചിൽ എന്ത് കിട്ടി? സി കെ ഇൻറ്റു എഫ് കെ എന്ന് കിട്ടി. അപ്പോൾ സി കെ ഇൻറ്റു എഫ് കെ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ജസ്റ്റ് ഈ വണ്ണിൽ ഇക്വേഷൻ വണ്ണിൽ ഇവിടെയുള്ള ഇക്വേഷൻ വണ്ണിൽ എനിക്ക് റീപ്ലേസ് ചെയ്യാം. അതിൽ റീപ്ലേസ് എച്ച് എസ് സി കെ എഫ് കെ. അപ്പോൾ ഞാൻ എച്ച് സി കെ എഫ് കെ എന്ന് റീപ്ലേസ് ചെയ്താൽ എനിക്ക് ജി എന്ത് കിട്ടും? സി വൺ എഫ് വൺ എക്സെട്ര പ്ലസ് സി കെ എഫ് കെ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതൊരു ഡയറക്റ്റ് പ്രൂഫാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കേൾക്കുക, മനസ്സിലാവാത്ത സംശയങ്ങൾ ചോദിക്കുക. അപ്പം ഇന്നത്തെ ഇത്രയും എടുക്കുന്നുള്ളൂ ഞാൻ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ട്രാൻസ്പോസ് ഏകദേശം 2 ക്ലാസ് കഴിയുമായിരിക്കും, 1-2 ക്ലാസ്സിൽ തീരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം മുതൽ നമ്മൾ അതിൻ്റെ അടുത്ത ചാപ്റ്റർ തുടങ്ങും. അപ്പം അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ ഇതിന് റെഡിയായ ആൾക്കാരുണ്ടല്ലോ, ഫസ്റ്റ് വരുന്ന നമ്മളെ അതെ നമ്മളെ സെമിനാറിന് റെഡിയായ ആൾക്കാർ സെമിനാർ എടുത്ത് തുടങ്ങേണ്ടി വരും. ഞാൻ ടൈം പറയാം. ഓക്കെ, സോ ഫോർ ടൈം ബീങ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ് ചെയ്യാം. എനിക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഓഫ്ലൈൻ ക്ലാസ് ഇട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ സാറിന് എടുക്കുന്ന സ്ഥലത്തല്ല ഉള്ളത്, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ടാണ് ഐ എം പുട്ടിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. ഓക്കെ, so we'll see you in the next class.